തുടങ്ങി. ആ ആരാധനയിലൂടെ എന്തുണ്ടായി? വ്യത്യസ്ത കക്ഷികൾ ഉണ്ടായി. ഇപ്പൊ രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രമ്യത ഉണ്ടാക്കുന്നവൻ എന്നാണ്. പരസ്പരം കലഹിക്കുന്നവർക്കിടയിൽ രമ്യത ഉണ്ടാക്കുന്നവൻ. അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ രാമനെ കാട്ടിലയച്ചു, ശ്രീരാമനെ കാട്ടിലയച്ചു ദശരഥ മഹാരാജാവ്. അപ്പൊ ലക്ഷ്മണനാണ് കോപം വന്നത്. ലക്ഷ്മണൻ അരയിൽ നിന്ന് വാളൂരിയിട്ട് പറഞ്ഞു, കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും. എന്റെ വാള് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ പറഞ്ഞു, വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, നീ നിന്റെ കോപം മാറ്റി ഞാൻ പറയണേ കേൾക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്ക നീ. ഈ ദുനിയാവിന്റെ സൗഭാഗ്യങ്ങൾ, അധികാരങ്ങൾ അതൊക്കെ വേഗം നഷ്ടപ്പെട്ടു പോകും. ആ രാമന്റെ പേര് പറഞ്ഞാണ് അധികാര കസേരയിൽ ഇരിക്കാൻ ചില ആളുകൾ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ബാബരി ഇഷ്യൂസ് ഉണ്ടായത്. രാമൻ എന്നെങ്ങാനും തിരിച്ചു വന്നാൽ ആദ്യമായി ബാബരി മസ്ജിദ് അവിടെ നിർമ്മിക്കാനായിരിക്കും ശ്രീരാമൻ പറയുക. അദ്ദേഹത്തെ പറ്റി പഠിച്ചു നോക്കൂ. മുഹമ്മദ് നബി ലോകത്ത് തിരിച്ചു വന്നാൽ മുസ്ലിങ്ങളിലെ തീവ്രവാദ സംഘങ്ങളെ മുഴുവനും അദ്ദേഹം പിരിച്ചുവിടും. യേശുക്രിസ്തു കടന്നു വന്നാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അപ്പൊ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചിടത്തല്ല ഇന്നത്തെ മനുഷ്യ സമൂഹം എന്നത് ഗൗരവമായ പഠനത്തിന് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഗൗരവമായ പ്രസംഗിക്കാൻ വേണ്ടിയല്ല, ആത്മാർത്ഥമായാണ് ഞാൻ പറയും. ഇവിടെ പങ്കെടുത്ത ഹൈന്ദവ സഹോദരനും എന്റെ പിതാവിന്റെ പ്രായമുള്ള സഹോദരനും ഇവിടെ പങ്കെടുത്ത ക്രൈസ്തവ സഹോദരനും എല്ലാം ഒരേ വിശ്വാസത്തിന്റെയും ഒരേ ആദർശത്തിന്റെയും നാളെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ രക്ഷയുടെ പാതയിലാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ വർഗീയ ചിന്തയില്ല, എന്റെ ആത്മാർത്ഥതയാണ്. എനിക്ക് ആരോഗ്യമുണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹിക്കാമല്ലോ. എന്നെ പോലെ മറ്റുള്ളവർക്കും ആരോഗ്യമുണ്ടാകണം എന്ന് ഞാൻ ചിന്തിച്ചാൽ അത് തെറ്റാകുമോ? എനിക്ക് നല്ലൊരു വസ്ത്രമുണ്ടാകണം, അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാവണം. എനിക്ക് നല്ല ചിന്തയുണ്ടാകണം, അതുപോലെ മറ്റുള്ളവർക്കുണ്ടാകണം. ഞാൻ നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ ചെന്ന് വീഴാൻ പാടില്ല, ഞാൻ സ്വർഗത്തിലെത്തണം എന്നതാണെങ്കിൽ നേരത്തെ ഗീതയുടെ 37ാമത്തെ ശ്ലോകം തന്നെ പരിശോധിച്ചു നോക്കൂ. ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവ ബോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, കുന്തിപുത്ര, നീ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങുക. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹദോവ പ്രാപ്സസി സ്വർഗം, സ്വർഗത്തിലാ പോണത്. സ്വർഗമാണ്. ഇസ്ലാം ഏറ്റവും പ്രധാനമായി മനുഷ്യരെ പഠിപ്പിച്ചതാണ്. സ്വർഗമുണ്ട്, ദൈവം സൃഷ്ടിച്ചു വെച്ച സ്വർഗവും. നിങ്ങൾ നോക്കിയ നരകം, സൂര്യനെ സൃഷ്ടിച്ച പടച്ചോൻ ആ നരകമുണ്ട് എന്ന് പറയും. സൂര്യനെങ്ങാനും ആ നിൽക്കുന്നിടത്തൊന്ന് അല്പം താന്നാൽ കരിഞ്ഞു പോകും നമ്മൾ. ഒരൽപ്പം മേലോട്ട് ഉയർ, അതിന്റെ പൊസിഷൻ തെറ്റിയാൽ തണുത്തുറച്ച് മരിച്ചു പോകും നമ്മൾ. അതിനെ കൃത്യമായി നിലനിർത്തിയ സിട്ടാവാണ് പറയുന്നത് നരകവും സ്വർഗവും ഉണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. എല്ലാവരും സ്വർഗാവകാശികളാണ്, എല്ലാ മനുഷ്യരും. ആർക്കും പ്രത്യേകമായി രക്ഷ വേണ്ട, എല്ലാവർക്കും രക്ഷ ഉണ്ടാവണം. മനുഷ്യരൊക്കെ രക്ഷപ്പെടണം. ഞാൻ പഠിച്ച തത്വം അതാണ് ശരിയെങ്കിൽ അത് ഞാൻ പകർന്നു കൊടുക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, അയൽവാസി തീപ്പൊള്ളലേറ്റാൽ ജാതിയും മതവും നോക്കാതെ ഓടി നമ്മുടെ കാറ് കൊണ്ടുവന്ന് നിർത്തി മാധവേട്ടനെ അതിലേക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോവുകയാണ്. 40% തീപ്പൊള്ളലേറ്റാൽ, അല്ലേ, 40% തീപ്പൊള്ളലേറ്റാൽ നമ്മൾ കൊണ്ടുപോവുകയാണ്. എന്നാൽ ശരീരം മുഴുവനും കത്തിച്ചാമ്പലാകുന്ന നരകത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളും നിങ്ങൾ പരിശോധിച്ചോളൂ. ആ വേദങ്ങളിലെല്ലാം ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം, അന്തം തമഹ പ്രവിശന്തിയേ സംപുത്യമുപാസതേ തദോബൂയ ഇവദേയഹു സംപുത്യമൃതഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നത് ദൈവേതര ശക്തികളെ ആരാധിച്ചാൽ, അതായത് സൃഷ്ടാവിനെയല്ലാതെ സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുമെന്നാണ്. അപ്പോ വേദഗ്രന്ഥങ്ങൾ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു. ബൈബിളിൽ നിന്റെ വലത് കൈ കളവ് നടത്താൻ കാരണമായാൽ ആ കൈ നീ ഛേദിച്ചു കളയുക. കാരണം 2 കൈകളോടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ വികലാംഗനായി സ്വർഗത്തിൽ പോകലാണ് നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണ് നീ ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. കണ്ണ് കാണുന്നവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകലാകുന്നു നിനക്ക് നല്ലത്.
ഖുർആനിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഖുർആനിലെ 2000 വചനങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള പരാമർശമാണ്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ നമുക്കൊരു ജീവിതം നൽകി സൃഷ്ടാവ് ഇല്ലേ? എല്ലാവരും ആലോചിച്ചു, നമുക്കൊക്കെ ഒരു ജീവിതം ഇവിടെയുണ്ട്. ആ ജീവിതം മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. വേദം അതിനു വേണ്ടിയാണ് ഇത് ലൈറ്റ് എക്സിബിഷൻ, അതുപോലെ പിന്നെ ഇൻസൈറ്റ് എക്സിബിഷൻ ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. സമൂഹത്തിന് വെളിച്ചമാകാനാണ്, ഖുർആനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തീർക്കാനാണ്, മതത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തീർക്കാനാണ്. ഒരു കാര്യം ഞാൻ വളരെ പ്രാധാന്യത്തോട് പറയാം, മതത്തിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാനല്ല. അല്ല, മാനവിക മൂല്യം ഇതാണ്, ദൈവം അവതരിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി എന്ന് ലോകത്തെ അറിയിക്കാൻ. ഇതിൽ നേരത്തെ പ്രസംഗിച്ച ബഹുമാനിതയം പറഞ്ഞു വളരെ പ്രധാനമായ ഒരു പോയിന്റ്. ഈ പവനയിൽ കടന്നപ്പോ കുടുംബ സംവിധാനത്തെ കുറിച്ച് എനിക്കേറെ ആകർഷിക്കപ്പെട്ടു എന്നാണ്. ഇത് തന്നെയായിരുന്നു ദി ലൈറ്റ് എക്സിബിഷൻ നടന്നപ്പോ, അതുപോലെ തന്നെ പിന്നെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, എറണാകുളം കലൂ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക് എക്സിബിഷനിൽ അവിടുത്തെ ഭവൻസ് സ്കൂളിലെ ടീച്ചർ എത്ര ക്ഷണിച്ചിട്ട് അവർ വന്നില്ല. 6ാമത്തെ ദിവസം അത് കണ്ടില്ലെങ്കിൽ ഒരു വലിയ വൈജ്ഞാനിക നഷ്ടമാണ് എന്നൊരു അധ്യാപകൻ പറഞ്ഞപ്പോ അവർ വരികയാണ്. അവർ വന്നിട്ട് ആ പവനിയൻ ചുറ്റിക്കണ്ട് കൗൺസിലിംഗ് സെന്ററിലേക്ക് അവർ കയറി വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്തുണ്ടായി? എന്തെങ്കിലും ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയോ? അല്ല, അവര് പറഞ്ഞതൊന്നുമില്ല. ഞാൻ ഈ ഫ്ലക്സിൽ കുടുംബ ജീവിതത്തെ പറ്റി വായിച്ചപ്പോ കരഞ്ഞതാണ്. കാരണം ഞാനൊരു തിരക്ക് പിടിച്ച ടീച്ചറാണ്. എനിക്ക് നല്ലൊരു ഭാര്യയാകാൻ കഴിഞ്ഞില്ല, എനിക്ക് നല്ല ഒരു അമ്മയാകാൻ കഴിഞ്ഞില്ല. ഈ ഫ്ലക്സുകളിൽ അത് കണ്ടപ്പോ ഞാൻ എന്റെ ജീവിതത്തെ തിരിച്ചറിയുകയാണ്. ഞാൻ പറയുന്നത്, ഇവിടെ ആരുടെ മതവും ഇവിടെ ആരും അടിച്ചേൽപ്പിക്കണില്ല. ഞങ്ങളുടെ മനസ്സ് വിഷയം, ഞാൻ പറയുന്നത് എന്റെ മനസ്സ്, എന്റെ ആഗ്രഹം, ഈ നാട്ടിൽ ഒരാളും ദൈവശിക്ഷയ്ക്ക് വിധേയമാകും. ദൈവത്തിന്റെ വായു ശ്വസിച്ച് ദൈവത്തെ അല്ലാതെ ആരാധിക്കരുത്. വളരെ പ്രധാനമായ, അപ്പൊ ഈ കഴിഞ്ഞ കായംകുളത്ത് ഇതുപോലെ 2-3 പ്രബല മതങ്ങളുടെയും അനുയായികൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്ത് പറഞ്ഞൊരു കാര്യം, ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന കാര്യമാണ്, ഏകനായ ദൈവം. എന്നിട്ട് ഞാൻ ചോദിച്ചു, വളരെ പ്രധാനമായി ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഏകദൈവാരാധന, ഏകദൈവത്തെ കുറിച്ച് പറയുകയും ഒറ്റ ദൈവമേ ഉള്ളൂ? നേരത്തെ ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിൽ നിന്ന് ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി, ഏകം സത് ബഹുദാ വിപ്രാവദന്തി. ദൈവം ഏകനാണ്, ആ സത്ത് ഒന്നാണ്. അതിനെ വിദ്വാൻമാർ പലതായി കാണും. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം ഏകനാണ്. ഞാൻ ചോദിക്കുന്നത്, വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നത്, സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് ഒരൊറ്റ ദൈവമാണെങ്കിൽ, നമ്മുടെ ഒക്കെ സൃഷ്ടാവ് ആ ഏക ദൈവമാണെങ്കിൽ, എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക എന്നിടത്ത് നമ്മൾ കേന്ദ്രീകരിക്കാം? അവന്റേതല്ലാത്ത ഒന്നും ഇവിടെയില്ല. ഞാനിവിടെ നിങ്ങൾ നോക്കൂ, കെ പരമേശ്വരൻ പിള്ള എന്ന പ്രഗത്ഭനായ ഒരു ഹൈന്ദവ ദാർശനികനുണ്ടായി. അദ്ദേഹത്തിന്റെ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ, അത് അതിന്റെ മേൽവിലാസമാണ്. ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ നോക്കാനാണ്. ആ പുസ്തകത്തിൽ ഒന്നോ പലതോ എന്നിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഒന്നോ പലതോ, 21-ാമത്തെ അധ്യായം, 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരി. അതിങ്ങനെയാണ്, അതെന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ആരാധിക്കുന്ന ഒരു ദേവിക്കും ദേവനും സ്വന്തമായി കഴിവില്ല. എന്നിട്ടോ അടുത്ത വാചകം, ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ ദൈവത്തിൽ നിന്ന് ദേവീ ദേവന്മാർക്ക് കഴിവ് കിട്ടണം എന്നാണ്. സാക്ഷാൽ ഈശ്വരനിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ഹിരണ്യഗർഭൻ, ആ ദൈവത്തിൽ നിന്ന് കഴിവ് കിട്ടിയാലേ ഒരു ദേവീ ദേവന് പുൽക്കൊടി പോലും നീക്കാൻ പറ്റുന്ന. കിട്ടുവോ കിട്ടൂലേ എന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, നമുക്കാർക്കും അറിയില്ല. ഒറ്റ വഴി നമുക്കിവിടെയുണ്ട്. ഈ കഴിവുകളെല്ലാം നൽകുന്നത് ഈ സാക്ഷാൽ ഈശ്വരനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ അവനെ ആരാധിച്ചാ പോരെ? ആ ആരാധനയിലേക്കാണ് ലോകത്തെ ഇസ്ലാം ക്ഷണിച്ചത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇസ്ലാം പറയുന്നത് മുഹമ്മദ് നബിയാണ് സൃഷ്ടാവ് എന്നല്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ അബ്രഹാം പ്രവാചകൻ, നോഹ പ്രവാചകൻ, ലോത്ത പ്രവാചകൻ, ഡേവിഡ് പ്രവാചകൻ, അനവധി പ്രവാചകന്മാർ,
ആ പ്രവാചകന്മാരെല്ലാം ഏക ദൈവത്തിലേക്കാണ് മാനവരാശിയെ ക്ഷണിച്ചത്. ഇത് വളരെ പ്രധാനമാണ്. എന്റെ മനസ്സിൽ കടന്ന ചിന്തകളിൽ ഒന്നാണ് ഞാൻ പങ്കുവെക്കുന്നത്. വിയോജനങ്ങളുണ്ട്, വിയോജിപ്പുകൾ ഉണ്ടാവാം. ഒന്ന്, ഏതെങ്കിലും ഒരു പശു മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു പശു മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയെ ആരാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു പാമ്പ് മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സൂര്യൻ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ചന്ദ്രൻ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ആൽത്തറ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? എന്നാൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ഇതിനെയൊക്കെ ആരാധിക്കുന്നു. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജർ വദ്ദവാബ് വകസീറും മിനൻ നാസ്. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 18-ാമത്തെ വചനം. ആ ചോദ്യത്തിന്റെ പൊരുൾ അത്ഭുതമാണ്. അല്ല, മനുഷ്യർ കാണുന്നില്ലേ ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം ആ ദൈവത്തിന് പ്രണാമമർപ്പിക്കുന്നു എന്ന്? എന്നിട്ട് ഖുർആൻ എണ്ണി പറയുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, എല്ലാ ജന്തുക്കളും, എല്ലാ മരങ്ങളും, എല്ലാ ചെടികളും ആ ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. പർവ്വതത്തിന് പ്രകീർത്തനങ്ങളുണ്ട്, ആകാശത്തിന് പ്രകീർത്തനങ്ങളുണ്ട്, എല്ലാ ചെടികളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു ചെടിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ആരെ ആരാധിക്കണം? ആരെ ആരാധിക്കണം? പിന്നെ ദി ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗ്രന്ഥമാണ് ദി ലൈറ്റ് ഓഫ് ട്രൂത്ത്. അതിലൊക്കെയുള്ള ചില ചർച്ചകൾ ഞാൻ പറയാം. അതിന്റെ 12-ാമത്തെ പേജ്, അതിന്റെ 13-ാമത്തെ പേജ്, അതിന്റെ 32-ാമത്തെ പേജ്, അതിന്റെ 515-ാമത്തെ പേജിലെല്ലാം ബിംബാരാധനയുമായി ബന്ധപ്പെട്ട മൗലികമായ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഒരു രൂപം വെച്ചുകൂടെ മനുഷ്യന്റെ മുമ്പിൽ? അപ്പോഴല്ലേ ദൈവത്തെ ശരിക്കും ഓർക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. അതിന് സ്വാമി ദയാനന്ദ സരസ്വതി നൽകുന്ന മറുപടി, നിങ്ങൾക്ക് സൂര്യനെ കണ്ടാൽ ദൈവത്തെ ഓർമ്മ വരുമോ? നിങ്ങൾക്ക് ചന്ദ്രനെ കണ്ടാൽ ദൈവത്തെ ഓർമ്മ വരുമോ? നിങ്ങൾക്ക് സിട്ടികളെ കാണുമ്പോൾ സിട്ടാവിന്റെ വൈഭവം ഓർമ്മ വരുമോ? എങ്കിൽ അതോർക്കാൻ ഒരു ബിംബത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, ആ ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയില്ല. വേദഗ്രന്ഥങ്ങളിലുടനീളം പ്രതിമക്കെതിരായ പരാമർശങ്ങൾ കാണുന്നുണ്ട്. ഞാനിവിടെ ശിവഗിരി ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമികൾ, അദ്ദേഹവും ഞാനും ഒരു വേദി പങ്കുവെച്ചപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുറച്ചു സമയം വിശ്രമിച്ചിരുന്നു ഗസ്റ്റ് ഹൗസിലെ. അപ്പൊ അവിടെ ഞാൻ ചോദിച്ചു, സ്വാമിജി, ഈ ബിംബാരാധന, ആ ഒരു ആരാധന വേദം പ്രൊമോട്ട് ചെയ്തതാണോ? സ്വാമിജി എന്നോട് പറഞ്ഞു, അല്ല, വേദത്തിന്റെ സംഭാവനയല്ല, അത് മനുഷ്യനിർമ്മിതമാണ്, പൗരോഹിത്യ നിർമ്മിതമാണ്, വേദം അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അവിടെയാണ് ഞാൻ പറയുന്നത്, കേനോമനിഷത്തിലെ 6-7 വചനങ്ങളാണ്. അതായത്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും ദൈവമല്ല. നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവൻ വിശുദ്ധ ഖുർആൻ പറയാണ് 6-ാം അധ്യായം, ദൈവത്തെ നിങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാണ് ആ ദൈവം. അങ്ങനെയുള്ള ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ നിങ്ങൾ നോക്ക്, ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ സൂക്തം എന്താണ്? ഒരേ പെൺ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒരാണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ഉദാഹരണം, യേശുക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കരുത് എന്ന് ബൈബിൾ പറയുന്നു. കന്യാമറിയമിന്റെ പ്രതിമ ഉണ്ടാക്കരുത് എന്ന് ബൈബിൾ പറയുന്നു. തീർന്നില്ല, ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്, ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. അപ്പൊ ദൈവത്തെ പ്രതിമയിലോ ചിത്രത്തിലോ പ്രതിഷ്ഠിക്കുന്നത് മതം ശക്തമായി എതിർത്തതാണ്. അതിന്റെ പേരിലല്ലേ നിങ്ങൾ നോക്ക്, BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടപ്പോൾ 4 ആള് കൊല്ലപ്പെട്ടു. പ്രതിമ ഇല്ലെങ്കിലോ ആ പ്രശ്നമില്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, പ്രവാചകന്റെ പ്രതിമയില്ല ലോകത്ത്, അതുകൊണ്ട് തന്നെ ലോകത്തൊരു ഈച്ചയെ പോലും അതിന്റെ പേരിൽ കൊല്ലേണ്ടി വന്നിട്ടില്ല. മുഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടു, അതുകൊണ്ട് കലാപം ഉണ്ടായി എന്നില്ല. അപ്പൊ കലാപം കുറയ്ക്കാൻ,
മനുഷ്യരിലെ അനൈക്യം കുറയ്ക്കാൻ ഏക ദൈവത്തിലേക്ക് മടങ്ങി പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് മാനവ മൈത്രി ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളെ ചർച്ചക്കും പഠനത്തിനുമാണ്. അവസാന വാക്കല്ല. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അടിച്ചേൽപ്പിക്കലേ അല്ല, നിങ്ങളുടെ ചിന്തക്ക് വേണ്ടി ഇടുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ് മരണത്തിന് ശേഷം എന്നതിൽ എനിക്ക് സന്ദേഹമേ ഇല്ല. കാരണം ലോകത്തൊരി